നമസ്കാരം. ഇപ്പോൾ മൊത്തം UDF അവരധ്വാനിക്കുന്നത് BJPയുടെ 3-നെ 30 300 മാറ്റാൻ വേണ്ടിയിട്ടാണ്. PM ശ്രീയുടെ കാര്യം കണ്ടല്ലോ. PM ശ്രീ ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല, പണവും വാങ്ങിച്ചിട്ടില്ലെന്ന് LDF തെളിവ് സഹിതം പറയുന്നു. ഇവർ വേറെ തെളിവ് കൊണ്ടുവരുന്നു, അവർ ഒപ്പിട്ടിട്ടുണ്ട്, പണം വാങ്ങിച്ചിട്ടുണ്ട് പറഞ്ഞു. നമ്മൾ വിഡ്ഢികൾ, അത് പോട്ടെ. ഏതായാലും PM ശ്രീ അറബിക്കടലിലൊന്നും വലിച്ചെറിഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോൾ PM ശ്രീയെ നക്കി തുവർത്തുകയാണ് UDF. മൊത്തം UDF ഇപ്പോൾ BJPയുടെ ഐശ്വര്യമായിട്ട് മാറിയിരിക്കുകയാണ്. അതിനകത്ത് തന്നെ നമ്മളുടെ ഫാത്തിമ തഹലിയ, ആ പെണ്ണൊരുത്തി സംഘപരിവാറിന് ചുവപ്പ് പരവതാനി വിരിക്കുന്ന തിരക്കിലാണ്. അവൾ കാണിക്കുന്ന അഹങ്കാരം, അത് കൊച്ചല്ലേ കിട്ടിയ പദവിയോ? കേരളത്തിൽ എല്ലാവരെയും ഭരിക്കുന്ന 140 പേരിൽ ഒരുവള്. അപ്പോൾ പിന്നെ അഹങ്കാരം ഉണ്ടാവും, ആർക്കാണെങ്കിലും അഹങ്കാരം ഉണ്ടാകും. ആ അഹങ്കാരമാണിപ്പോൾ BJPയുടെ ഐശ്വര്യം. ഞാൻ ഈ പ്രിയദർശിനി പ്രോഗ്രാം വന്ന സമയത്ത് തുടക്കത്തിൽ എൻ്റെ ധാരണ അത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ബസ്സാണ്, സ്ത്രീകൾ ഓടിക്കുന്ന ബസ്സാണ്, സ്ത്രീകൾ തന്നെയാണ് കണ്ടക്ടർമാർ, അങ്ങനെയാണ് ധരിച്ചിരുന്നത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത്, ഇപ്പോൾ അത് ഉറപ്പായി, അതിലാർക്കും കയറാം, സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട, അത്ര മാത്രമേ ഉള്ളൂ. അത് ഞാൻ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്, വണ്ടച്ചാര്. ഇവിടെ ഇന്നലെയാണോ ഇന്ന് കാലത്താണെന്ന് അറിയില്ല, നമ്മുടെ ഈ അഹങ്കാരി കൊച്ച് ഫാത്തിമ തഹലിയ, അവരുടെ KSRT ബസ്സിൻ്റെ ഏതിൻ്റെയോ ഒരു ഉദ്ഘാടനമാണ്, സൗജന്യ യാത്ര സംബന്ധിയായിട്ടുള്ള കാര്യം തുടങ്ങുന്നതിൻ്റെ ഒരു ഉദ്ഘാടനം ഇന്നലെയാണെന്ന് തോന്നുന്നുണ്ട്, പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം. ആ ഉദ്ഘാടനത്തിനിടയിലാണ് ഈ പെണ്ണൊരുത്തി ആ ബസ്സിൽ കയറിയിട്ട് പുരുഷന്മാരെ മുഴുവൻ ഇറക്കി വിട്ടത്. പുരുഷന്മാരെ ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട്. ചിലർ പറഞ്ഞു കുറേ കുഞ്ഞിരാമന്മാർ എന്ന്. അത് ഉണ്ണിയാർച്ചയുടെ ഭർത്താവിനെ മനസ്സ് വെച്ചുകൊണ്ടാണ്. പെണ്ണായ ഞാനും വിറയ്ക്കുന്നില്ലല്ലോ, ആണായ നിങ്ങൾ വിറയ്ക്കുന്നെന്തേ എന്ന് പറഞ്ഞ് കുഞ്ഞിരാമൻ്റെ ഒരു കഥാപാത്രമുണ്ട്. ഏതായാലും ബസ്സിലുള്ള ആളുകൾ മുഴുവൻ ഇറങ്ങിപ്പോയി. കുഞ്ഞിരാമന്മാരായതുകൊണ്ടല്ല, അനാവശ്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കേണ്ട. കാരണം ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ചില ദുർബല നിമിഷത്തിനെ പറ്റി വെള്ളച്ചെവിടുത്തൊന്ന് വെച്ച് കൊടുത്തു എന്ന് വരും, അത് പിന്നീട് പ്രശ്നമാകും. ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, അവരെല്ലാവരും അവിടെ ഇറങ്ങിപ്പോയി, പുരുഷന്മാർ മുഴുവൻ ഇറങ്ങിപ്പോയി. എന്തൊരു തെമ്മാടിത്തരാണെന്ന് നോക്കൂ. KSRTC ബസ്സിൽ നിന്ന് പുരുഷന്മാരെ മുഴുവൻ ഭയങ്കര വാചുകടിയാണ് കയറിയിട്ട് ഈ പെണ്ണ്. ഇവിടെ മാധ്യമപ്രവർത്തകരല്ലാത്ത ആരും ഈ ബസ്സിലിരിക്കാൻ പാടില്ല, എല്ലാ പുരുഷന്മാരും ഇറങ്ങിക്കൊള്ളണം. പുരുഷന്മാരാകെ ഞെട്ടിപ്പോയി. ടിക്കറ്റ് കൊടുത്ത് കണ്ടക്ടർ എല്ലാം കൂടിയിട്ട് ബസ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഇവളുടെ വരവ്. ആ ടിക്കറ്റിൻ്റെ പൈസ പോലും തിരിച്ചു വാങ്ങിക്കാതെ പലരും ഇറങ്ങിപ്പോയത്. ഞാനായിട്ടൊന്നും ഇരിക്കില്ല എന്നുള്ള രീതിയിൽ. അത് അവർക്ക് കുടുംബം, ഭാര്യയും മക്കളൊക്കെ ഉണ്ടാവുമേ, ആയതുകൊണ്ട് അവരിറങ്ങിപ്പോയി. UDF സർക്കാർ ഏർപ്പെടുത്തിയ പദ്ധതിയാണ് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. അതിൻ്റെ ഇവരുടെ ഭാഗത്തുള്ള, ഇവരുടെ നാട്ടിലുള്ള പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടന വേളയിലായി സംഭവം ഉണ്ടായത്. ബസ്സിലുള്ള വീഡിയോഗ്രാഫേഴ്സ് ഇവരുടെ ഫോട്ടോസും ഇവരുടെ എല്ലാ ചലനങ്ങളും വീഡിയോയിൽ പകർത്തി അത് ഇവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും കൊടുത്ത് പ്രദർശിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട്
ഇനി ഓതറൈസ്ഡ് ആയിട്ടുള്ള, അത് ഇങ്ങനെയാണ് ഓതറൈസേഷൻ ലെറ്റർ വാങ്ങിക്കുക എന്നറിയില്ല, മൊബൈൽ കൊണ്ട് കയറാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല. ഇപ്പോൾ ഇതൊരു വീഡിയോ കണ്ടു, അതിൽ നമ്മളുടെ ദേവദാസി പെണ്ണുണ്ടല്ലോ, ദേവദാസി, അവൾ പറഞ്ഞിരിക്കുകയാണ് എൻ്റെ ഫോട്ടോ എന്തിനാ വെച്ചതെന്ന്. ഇവളുടെ വീട്ടിൽ ഇവളുടെ കുളിമുറിയിൽ കയറി ഫോട്ടോ എടുത്തൊന്നുമല്ലോ ഈ ദേവദാസിയുടെ, കാനഡയിൽ പോയിട്ട്. എൻ്റെ വീടിൻ്റെ ഉള്ളിൽ കയറി എൻ്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ സമ്മതിക്കും, അല്ലെങ്കിൽ സമ്മതിക്കാതിരിക്കും. സമ്മതിച്ചില്ലേ എടുക്കാൻ കഴിയില്ല. പക്ഷെ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ ഫോട്ടോ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ആരും എടുത്തു കൊണ്ടുപോകും. എന്നിട്ട് എൻ്റെ കണ്ണ് അവർ ഇപ്പോൾ AI ഉണ്ടല്ലോ, അപ്പോൾ കണ്ണ് ഇങ്ങനെയാക്കി മാറ്റും, ഇതാണ് സ്വാമി എന്നും പറഞ്ഞ്. അല്ലെങ്കിൽ മൂക്രാഞ്ചി, ഈ മൂക്ക് ഇങ്ങനെയൊക്കെ മാറ്റും, മൂക്രാഞ്ചി ആക്കി മാറ്റും, കൊന്ത്രമ്പലിനാക്കി മാറ്റും. എനിക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. നമ്മൾ പുറത്ത് സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ട് പ്രദർശിപ്പിച്ചിരിക്കുകയല്ലേ ഈ കാനഡയിലുള്ള ദേവദാസിയുടെ. അപ്പോൾ അവൾ ചോദിച്ചിരിക്കുക എന്തിനാ എൻ്റെ ഫോട്ടോ ഇതാക്കിയപ്പോൾ അഹങ്കാരത്തിൻ്റെ മൂർധന്യ ഭാവത്തിലാണ്. എന്തായാലും ബസ്സിൽ നിന്ന് വീഡിയോഗ്രാഫേഴ്സ്, കയ്യിൽ മൊബൈലുള്ളവർ, മാധ്യമപ്രവർത്തകർ, ഇവരെല്ലാവരും ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു ഇതിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകളല്ലാത്ത മുഴുവൻ ഇവിടെ ആണുങ്ങളും ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്ന്. മാധ്യമപ്രവർത്തകരോട് പറയില്ല കേട്ടോ, കാരണം അവർ തിരിച്ചു കൊടുക്കണമല്ലോ ഇവർക്ക്. ആയതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയക്കാരെ വളർത്തുമൃഗങ്ങളാണല്ലോ, അപ്പോൾ ഇവരും മിണ്ടാൻ പറ്റില്ല, വാലാട്ടികളാണല്ലോ. അപ്പോൾ പിന്നെ അവരെ ഓക്കെ. വീഡിയോഗ്രാഫേഴ്സ് അത് ഇവർ തന്നെ കൊണ്ടുവരുമല്ലോ. എനിക്ക് 70 വയസ്സുള്ളത് കൊണ്ട് അച്യുതമേനൻ്റെ കാലഘട്ടം, അതിനുശേഷമുള്ള പി കെ വാസുദേവൻ നായർ, പിന്നെ അച്യുതാനന്ദൻ അടക്കമുള്ള ആൾക്കാർ, ഇവരാരും ഈ രീതിയിൽ എവിടെ പോകുമ്പോഴും തോറുമ്പോഴും മുള്ളുമ്പോഴും വീഡിയോഗ്രാഫേഴ്സിനോട് വീഡിയോ എടുപ്പിക്കുക PR വർക്കാണ്. വാസ്തവത്തിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അഥവാ LDF തോൽക്കാനുള്ള കാരണം പറഞ്ഞതാണ് പലപ്പോഴും. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ മഹനീയതയല്ല. ഞങ്ങൾ ഇതിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ പറയാം, ഞങ്ങൾ ചെയ്തു എന്ന് പറയലാണ് മഹിമ വേണ്ടത്. ദാറ്റ് മീൻസ് PR വർക്ക്. അതിനെന്താ ചെയ്യേണ്ടത്? ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയണം. ഈ ഒരു കാര്യത്തിൽ ഇവിടെ ഇപ്പോൾ അധികാരത്തിൽ കയറിയിട്ട് സതീശൻ കോയയും ലീഗോളികളൊക്കെയും വലിയ വിജയമാണ് കൈവരിച്ചത്. ഊതിവീർപ്പിച്ച ബലൂണാണ്, പൊട്ടിത്തെറിക്കാൻ അധികം സമയം വേണ്ട. 6 മാസം ചിലർ പറയുന്നുണ്ട്, 3 മാസത്തിനകത്ത് അത് ഡിം എന്ന് പറഞ്ഞ് വീഴാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ വീഡിയോഗ്രാഫേഴ്സ് അത് ഇവർ തന്നെ കൊണ്ടുവരുന്നതാണ്. വീഡിയോഗ്രാഫേഴ്സ് ആയിക്കോട്ടെ, മാധ്യമപ്രവർത്തകരായിക്കോട്ടെ, വല്ലാത്ത മറ്റുള്ള ആണുങ്ങളായിട്ടുള്ള എല്ലാവരും ഇതിനിറങ്ങണമെന്നാണ് അവൾ ഘോരഘോരം ആ ഫുഡ് സ്റ്റെപ്പിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്നത്, ഫുട്ബോളിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്നത്. ആക്രോശിക്കുകയാണ് ചെയ്തത്. പല ജോലികൾക്കായിട്ട് പോകേണ്ടുന്ന ആളുകൾ, അതിന് നിന്ന പുരുഷന്മാർ, അവരൊക്കെ ബസ്സിനകത്തുണ്ട്. അവരൊക്കെയാണ് ബസ്സിൽ നിന്ന് നിർബന്ധിച്ച് ഓരോരുത്തരെ ചൂണ്ടിക്കാണിച്ചത് നിങ്ങൾക്ക് ഇറങ്ങാൻ വിഷമം, നിങ്ങൾക്ക് എന്താ ഇറങ്ങാൻ വിഷമം, നിങ്ങൾ ഇറങ്ങടോ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇറക്കി വിടുകയാണ് ചെയ്തത്. KSRTC ബസ്സുകളിൽ മാത്രമാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുന്ന പ്രിയദർശിനി പദ്ധതി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് ചെന്ന സമയത്ത് ആ ഉദ്ഘാടന ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട സമയത്താണ് ബസ്സിൽ കയറിയ പുരുഷന്മാരെ ഈ ലീഗോളി പെണ്ണ്, ഈ പെൺലീഗോളി MLA അവളുടെ അഹങ്കാരത്തിൻ്റെ മൂർത്തഭാവത്തിൽ നിന്ന് തുള്ളിയതവൾ. നിർമാല്യം സിനിമയിൽ ആൻ്റണി മാഷ് തുള്ളുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ തുള്ളുകയായിരുന്നു ഇവൾ ചെയ്തത്. കുറച്ചൊക്കെ സൗന്ദര്യം ഉണ്ടായിരുന്നു. അത് ആ തുള്ളലിൽ ആ സമയത്ത് ഇവളുടെ മുഖത്ത് രൂപപ്പെട്ടത് കൊടുങ്ങല്ലൂർ പോകുന്ന പെൺകോമരങ്ങളുടെ രൂപമാണ് അവളുടെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടത്. ഏതായാലും പൊതുഗതാഗത സംവിധാനം പ്രിയദർശിനി ബസ്സിൽ സ്ത്രീകൾക്ക് മാത്രം ഉള്ളതല്ല.
ഞാനങ്ങനെ കരുതിയിരുന്നു. ഏതോ ഒരു സ്ത്രീയാണ് കണ്ടക്ടർ, അല്ല ഡ്രൈവർ. അപ്പം ഞാൻ സ്ത്രീ കണ്ടക്ടർ, സ്ത്രീ ഡ്രൈവർ, സ്ത്രീ യാത്രക്കാർ മാത്രം എന്നാണ് കരുതിയിരുന്നത്. അങ്ങനെയല്ല, ആർക്കും കയറാം. സ്ത്രീകൾക്ക് പൈസ കൊടുക്കേണ്ട അത്ര മാത്രമേ ഉള്ളൂ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഏത് ബസ്സിലും കയറാം. അവിടെ ലിംഗപരമായിട്ടുള്ള വിവേചനം ഇല്ല, അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഈ പെണ്ണൊരുത്തി ഇപ്പോൾ BJPയുടെ പ്രചാരകയാണല്ലോ, സംഘപരിവാർ പ്രചാരകയാണല്ലോ. അപ്പം ഇങ്ങനെയുള്ള കൊണാപ്പ് പരിപാടിയിൽ ഒപ്പിച്ചു കഴിഞ്ഞാലാണ് ആൾക്കാർ പറയുക മറ്റേ ഗവൺമെൻറ് തന്നെയായിരുന്നു നല്ലതെന്ന്. ഒരു കാര്യം ഉറപ്പാണ്, ഇതെല്ലാം ഒരുത്തൻ കണക്കെഴുതി വെക്കുന്നുണ്ട് ഇവിടെ, ചിത്രഗുപ്തൻ. അവിടെ ചെല്ലുമ്പോൾ പിടിക്കാൻ, നീ അത് ചെയ്തില്ലേടാ, നീ ഇത് ചെയ്തില്ലേടാ, പോടാ നരകത്തിലേക്ക് എന്ന് പറയാൻ. ഇതുപോലെ ഫാത്തിമ തഹലിയ എന്ന് പറഞ്ഞ പെണ്ണൊരുത്തി, നിങ്ങളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ അവിടെ ആണൊരുത്തൻ ഇവിടെ ഡൽഹിയിൽ ആണൊരുത്തൻ എഴുതി വെക്കുന്നുണ്ട് കേട്ടാ. അവർക്കുള്ള നിലം പാകപ്പെടുത്തി എടുക്കുന്നതിന് തുടക്കത്തിൽ 3 പേര്, അത് നിന്നെപ്പോലുള്ള ആളുകളുടെ ഈ വക വൃത്തികെട്ട് തരം താന്ന മ്ലേച്ഛമായിട്ടുള്ള പെരുമാറ്റം കൊണ്ട് ഈ 3 30 അത് 130 ഉറപ്പാണത്. അവിടേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ആണുങ്ങളെ മുഴുവൻ ഇറക്കി വിട്ടു. ഇപ്പോൾ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. അതൊന്ന് പറയും, അത് അടങ്ങും, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവള് അടങ്ങില്ല. തുടക്കത്തിൽ ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും തീരുന്ന അറിയില്ല, എന്തൊക്കെയാണ് ഇനി പൊക്കി കാണിക്കാൻ പോണേന്ന് അറിയില്ല. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ പുരുഷന്മാരിങ്ങനെ അപമാനിതരായി മാറുക എന്നുള്ളൊരവസ്ഥ വരികയാണെങ്കിൽ പുരുഷന്മാർക്ക് വേറെ ബസ്സും സ്ത്രീകൾക്ക് വേറെ ബസ്സും അതല്ലേ നല്ലത് എന്നൊരു ഒരു ചോദ്യം അവിടെ ഉയർന്നിട്ടുണ്ടോ? ഉയർന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവളുടെ ആക്രോശം കണ്ടിട്ട് എല്ലാവരും ഞെട്ടി എന്നുള്ളതാണ്. പൊതുഗതാഗതം അത് പുരുഷന്മാർക്കുള്ളതാണ്. ആയതുകൊണ്ട് ഇനി മുണ്ടുപൊക്കി നോക്കേണ്ട, പുരുഷനാണോ സ്ത്രീയാണോ മുണ്ടുപൊക്കി നോക്കേണ്ട ആവശ്യമില്ല. ആരാണെങ്കിൽ പോലും, ഇന്ത്യയിലുള്ള ആരാണെങ്കിൽ പോലും പൊതുഗതാഗത ബസ്സിൽ, ഇന്ത്യയിൽ നിന്നല്ല വിദേശത്ത് നിന്ന് വരുന്ന ആൾക്കാർ, അവരുടെ പാസ്പോർട്ട് വെച്ച് അധികാരത്തോടെയല്ലേ വരുന്നത്, അവർക്കും കയറാം. കയറിയിട്ട് ടിക്കറ്റ് എടുത്താൽ മതി. ആ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പറയാൻ ഈ പെണ്ണൊരുത്തി ആരാണ്? എങ്ങനെയും പൂട്ടിക്കെട്ടിക്കണം. അവധാനത അത്യന്താപേക്ഷിതമാണ്. അധികാരം കിട്ടിയിട്ടേ ഉള്ളൂ. കല്ലുകളൊക്കെ അടക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇടയിൽ സിമെൻ്റ് ഇങ്ങനെ കുട്ടിത്തിരികെ വെച്ചിട്ടുണ്ട്. ഒരു 5-6 ദിവസം പിടിക്കും വെള്ളമൊക്കെ നനച്ചൊന്നും ബലവത്താകാൻ. അതിനു മുമ്പ് ചവിട്ടി പൊളിക്കുകയാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഏതായാലും ഇവളെപ്പോലുള്ള കിളുന്ത് പെണ്ണിനെ, അന്തം കുന്തം തിരിയാത്ത പെണ്ണിനെ, എട്ടും പൊട്ടും കൃത്യമായിട്ട് അറിയാത്തൊരു പെണ്ണിനെ ജയിപ്പിച്ച് വിട്ടല്ലോ മണകുണാഞ്ചന്മാർ, മണകുണാഞ്ചത്തികളും. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രകടനമാണ്. എന്താ പ്രകടനം? അവരുടെ വായിലേക്ക് കാർക്കിച്ചു തുപ്പുന്നു, അവരുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുന്നു, അടി കൊടുക്കുകയാണ് ഈ അഹങ്കാരി പെണ്ണ്. MLA അത്ര വലിയ പദവിയൊന്നും അല്ല കേട്ടോ. ഏതായാലും തൂറാത്തോൻ തൂറുമ്പോൾ തൂറിയത് കൊണ്ട് ആറാട്ടെന്ന് പറയില്ലേ, അതപ്പോൾ കാണിച്ചിട്ടുള്ളത്. അല്പത്തരാണ് കാണിച്ചിട്ടുള്ളത്. സാഹചര്യം എന്താണെങ്കിൽ പോലും ഒരു MLA കയറി വന്ന് പൊതുഗതാഗതത്തിനുള്ള വാഹനത്തിൽ നിന്ന്
ലിംഗത്തിൻ്റെ വ്യത്യാസത്തിൻ്റെ പേരിൽ ഒരു കൂട്ടം ആളുകളോട്, അഥവാ പുരുഷലിംഗമുള്ളവരോട് പുറത്തു പോകാൻ പറഞ്ഞത് വലിയ തെറ്റായി. അതിനുള്ള അധികാരം അവർക്കില്ല. കുറേ ആൾക്കാർ ഇറങ്ങിപ്പോയി. അവരെ കുഞ്ഞിരാമന്മാരെന്ന് വിളിക്കരുത്. അവർക്ക് അവധാനതയുണ്ട്, അവർക്ക് വിവേകമുണ്ട്. കാരണം അവർക്കറിയാം ഇവളുടെ അധികാരം വെച്ച് ഇവളുടെ MLA സ്ഥാനം മുട്ടത്തെത്തെത്തിക്കാൻ പോകുന്നില്ല. ഏതെങ്കിലും ഒരു പുരുഷൻ അവിടെ നിന്നുകൊണ്ട് നീ ആരടി ഞങ്ങളോട് പുറത്തിറങ്ങാൻ പറയാൻ എന്ന് ചോദിച്ചാൽ ഇവളുടെ അവസ്ഥ എന്താകും? ഇനി വരാനിരിക്കുന്ന നാളുകളിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആ കാര്യത്തിൽ ഏതായാലും വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതാണ് ക്യാപ്ഷനിൽ കൊടുത്തത്. ഇവളാണ് കേരളത്തിലെ BJPയുടെ ഐശ്വര്യം. എന്തൊരു പെണ്ണുണ്ടല്ലോ, അമിതാഭ് ബച്ചൻ്റെ മരുമകൾ ഐശ്വര്യ റോയോ, ഐശ്വര്യ ബച്ചൻ അല്ല, അങ്ങനെ അതന്നെ. ഇവളാണ് കേരളത്തിലെ BJPയുടെ ഐശ്വര്യ റോയ്. നമസ്കാർ.